So we finished with a visit to David and Goliath. And we found the story of Jesus in David and Goliath. യേശു എങ്ങനെയാണ് നിഴലിച്ച് നിൽക്കുന്നത്, അത് യേശുവിന് പ്രതീകമായിട്ട് എങ്ങനെ നിൽക്കുന്നു, ദാവീദ് അവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഒരുവന്റെ ജയത്താൽ ഇസ്രായേൽ മുഴുവനും എന്ത് ചെയ്യുന്നു? ജയം അനുഭവിക്കുക. Are you finding this helpful? ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു ഞാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. Amen. Amen. Let's continue with David a little bit. Okay, ദാവീദിലേക്ക് നമുക്ക് മടങ്ങി വരാം. Sometime after he defeated Goliath, ഗോലിയാത്തിനെ തോൽപ്പിച്ചതിന് ശേഷം he became the king of Israel. അവൻ ഇസ്രായേലിന്റെ രാജാവായി മാറ്റപ്പെട്ടു. Remember, he took the place of Saul. ശൗലിന് പകരം ദൈവം അവനെയാണ് രാജാവായി അവരോധിക്കുന്നത്. Now David loved Saul. ദാവീദിന് ശൗലിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. They had their difficulties, but David loved Saul. സ്വല്പ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വാസ്തവത്തില് ദാവീദിന് ശൗലിനെ ഇഷ്ടമാണ്. And David was a very strong friend, or what we call a covenant friend, of Saul's son Jonathan. അത് മാത്രമല്ല, ശൗലിന്റെ പുത്രനാകുന്ന യോനാഥാനുമായിട്ട് ദാവീദും ഒരു ഉടമ്പടിയുടെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. Do you remember this story? അതും അറിയാലോ നിങ്ങൾക്ക്. They are very close friends. വളരെ അടുത്ത സ്നേഹിതരായിരുന്നു യോനാഥാനും ദാവീദും. They were not brothers, but they were so close they could have been brothers. ഒരമ്മ പെറ്റ സഹോദരന്മാരല്ലെന്നേ ഉള്ളൂ, പക്ഷേ അതിനേക്കാൾ അടുത്ത ഒരു ബന്ധമായിരുന്നു യോനാഥാനും ദാവീദും തമ്മിലുണ്ടായിരുന്നു. But there came a time when Israel had to fight with an enemy. നോക്കുക, ഇസ്രായേൽ ജനങ്ങൾ ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ And Saul and Jonathan were killed in the fight with the enemy. ശൗലും യോനാഥാനും ആ യുദ്ധത്തിൽ പട്ടുപോയി. David continues as king. ദാവീദ് രാജാവായി അവരോധിക്കപ്പെട്ടു. But I'm sure he misses his friend Jonathan. പക്ഷേ യോനാഥാനെ അവന് ഒരു വലിയ നഷ്ടബോധം തന്നെയായിരുന്നു. ദാവീദിന്റെ ഹൃദയത്തിൽ എപ്പോഴും കാരണം അവർ തമ്മിൽ ഒരിക്കൽ പറയായിരുന്നു, നീ രാജാവായിരിക്കുമ്പോൾ ഞാൻ രണ്ടാമനായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞൊരു ഉടമ്പടി അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യോനാഥാൻ ഇല്ല. അത് ദാവീദിന്റെ ജീവിതത്തിൽ വലിയ മുറിവ് പോലെ ദാവീദ് കൊണ്ടു നടന്നിരുന്നു. Let's look at 2 Samuel chapter 9. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 Samuel chapter 9. 9-ാം അധ്യായം, 2 ശമൂവേൽ 9-ാം അധ്യായം. Saul and Jonathan are gone. ശൗലും യോനാഥാനും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി, അവർ മരിച്ചു പോയിരിക്കുക. David is king. ദാവീദ് ഇപ്പോൾ ഇസ്രായേലിന്റെ രാജാവായി വന്നു കഴിഞ്ഞു. Let's start at verse 1. അതിന്റെ 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അനന്തരം ദാവീദ് എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചോ. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. How far did you read to? Only one. Verse 1? Okay. Yeah. Saul said, or David asks the people around him, is there someone left from Saul's family? ദാവീദ് അന്വേഷിക്കുക, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിപ്പുണ്ടോ that I can show kindness to because of my relationship with Jonathan. യോനാഥാന്റെ നിമിത്തം, യോനാഥാനും ഞാനും ചെയ്ത ഉടമ്പടിയുണ്ട്, ആ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കത്തക്കവണ്ണം ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് അന്വേഷിക്കുക. And the story continues, and David is told that there is a son of Jonathan. ആ അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി, അതായത് ഇതാ യോനാഥാന്റെ മകൻ മെഫീബോശത്ത് എന്ന പേരുള്ള ഒരുവൻ ജീവനോട് ഇരിപ്പുണ്ട് എന്ന് ദാവീദിന്റെ ചെവികളിലെത്തി. Yes, it's a tricky name to say. അത് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു പേരാ. His name is Mephibosheth. അവന്റെ പേര് മെഫീബോശത്ത് എന്നാ. And Mephibosheth's legs do not work. ആ മെഫീബോശത്തിന്റെ 2 കാലും മുടന്തനാ. When he was very young, അവൻ ഒരു ബാലനായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ, there was a problem at his home. അവരുടെ ഒരു പ്രതിസന്ധി അവർക്ക് നേരിട്ടപ്പോൾ, and the servant who was looking after Mephibosheth grabbed him to leave the house. നോക്കുക, മെഫീബോശത്തിനെ നോക്കിക്കൊണ്ടിരുന്ന ആ ധാത്രി
അവനെ എടുത്ത് ആ പ്രതിസന്ധിയുടെ ഇടയിൽ നിന്ന് ഓടി. And he was dropped and his legs were hurt. ആ ഓട്ടത്തിൽ അവൻ താഴെ പോയി, അവൻ്റെ രണ്ട് കാലും മുടന്തായി പോയി. So David finds out that this son is still alive. ആ മകൻ ഇന്നും ജീവനോടെ ഉണ്ട് എന്ന് ദാവീദിന് അറിവ് കിട്ടി. And the Bible tells us this. വിശുദ്ധ വേദപുസ്തകം പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? David sent some servants ദാവീദ് തൻ്റെ ചില ദാസന്മാരെ അയക്കുകയാണ് to bring Mephibosheth to him. മെഫിബോശത്തിനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാനായിട്ട്. Now we need to remember something. ഇവിടെ നാം ഒരു കാര്യം ഓർക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. When the king comes to call for you, രാജാവ് മെഫിബോശത്തിനെ വിളിക്കുവാനായിട്ട് ആളെ അയച്ചു കഴിഞ്ഞപ്പോൾ, and that king had replaced your grandfather who was the king. നോക്കുക, ഈ രാജാവ് എന്ന് പറയുന്നത് ഇവൻ്റെ വല്യച്ഛന് പകരമായിട്ട് വന്നിരിക്കുന്ന ഒരു രാജാവാണ്. The king coming to you will probably make you afraid. നോക്കുക, ഇപ്പോൾ ദാവീദ് എന്നെ അന്വേഷിച്ച് ആളെ വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത മെഫിബോശത്ത് കേൾക്കുമ്പോൾ അവന് വലിയൊരു ഭയമാ. കാരണം ഇനി എന്നെ കൊല്ലാനാണോ, എന്നെ നശിപ്പിക്കാനാണോ? അങ്ങനെ ആയിരുന്നല്ലോ അന്നത്തെ കാലത്ത്. ആ കുടുംബത്തിലുള്ളവരെ മുഴുവൻ കൊന്നേച്ച് അടുത്ത ആള്, ആ കുടുംബത്തിലല്ലാത്ത ഒരാള് രാജ്യഭാരം ഏറ്റെടുക്കത്തുള്ളൂ. Mephibosheth may have been thinking, oh no, the king is sending to kill me. മെഫിബോശത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഇടിവാള് പോലൊരു ചിന്ത കടന്നുപോയി കാണും. എന്നെ കൊല്ലേണ്ടതിന് വേണ്ടിയാണോ ദാവീദ് ആളയച്ചിരിക്കുന്നത്? He does not want any descendants of Saul left in the kingdom. സൗലിന്റെ കുടുംബത്തിൽ ഇനി ഒന്നും അവശേഷിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണോ ഇവൻ എന്നെയും തേടി ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നാണ് മെഫിബോശത്ത് പെട്ടെന്ന് ചിന്തിക്കുന്നത്. Was Mephibosheth right? Was his thinking മെഫിബോശത്തിന്റെ right? ചിന്ത ശരിയായിരുന്നോ? No, it wasn't. മെഫിബോശത്ത് ചിന്തിച്ചത് തെറ്റാ. But he didn't പക്ഷെ know അങ്ങനെ that. ചിന്തിക്കാനുള്ള സകല അവകാശമുണ്ട് അവന്. കാരണം അന്നത്തെ നാട്ടു നടപ്പ് അങ്ങനെ. David sends the messengers and Mephibosheth is brought to him. അങ്ങനെ ദാവീദ് അയച്ച ദൂതന്മാര് മെഫിബോശത്തിനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവരിക. And he says, Mephibosheth, do not be afraid. മെഫിബോശത്തിനോട് പറയുന്നു, മെഫിബോശത്തെ നീ ഭയപ്പെടേണ്ട. From now on you will live in my home. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ അപ്പനായ സൗലിന്റെ നിലമൊക്കെയും മടക്കി തരുന്നു. നീ എൻ്റെ മേശയിങ്കൽ ദിനംതോറും ഭക്ഷണം കഴിച്ചു കൊള്ളേണം. 9:7 വാക്യം. You will eat food from my table. എൻ്റെ മേശയിങ്കൽ നിന്ന് നീ ഭക്ഷണം കഴിച്ചു കൊള്ളണം. And why did David do this? എന്തിനാ ദാവീദ് ഇങ്ങനെ ചെയ്തേ? We read it at the start of chapter 9. 9 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. What was David's question? ദാവീദ് അവിടെ ചോദിച്ചതും അന്വേഷിച്ചതും എന്തുവാ? ഞാൻ യോനാഥാന്റെ നിമിത്തം ജയ കാണിക്കാൻ അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? Because of his relationship with Jonathan. യോനാഥാനുമായിട്ട് ദാവീദിനുണ്ടായിരുന്ന ബന്ധമായിരുന്നു ഇങ്ങനൊരു ദയക്ക് കാരണം മുഴുവൻ. On our own, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. or by ourselves, we're sort of like Mephibosheth in relationship to God. ദൈവിക കാഴ്ചപ്പാടിൽ നിന്ന് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ മെഫിബോശത്തിനെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു മുടന്തരായ ഒരു കൂട്ടം ആളുകളാണ്. We cannot make ourselves strong enough or acceptable to God. ഒരു കാരണവശാലും ദാവീദ് ഈ മെഫിബോശത്തിനെ അംഗീകരിക്കത്തക്ക ഒരു പ്രവൃത്തിയും ചെയ്ത് മെഫിബോശത്തിന് ദാവീദിന്റെ അംഗീകാരമോ സ്വീകാര്യമോ ഒരിക്കലും ലഭിക്കത്തില്ല. Mephibosheth could not work. അവന് ജോലി എടുക്കാൻ പറ്റത്തില്ല, 2 കാലും മുടന്താ. He needed help for everything. എല്ലാത്തിനും ഒരു സഹായം ആവശ്യമുള്ളവനാ മെഫിബോശത്ത് ഇപ്പോഴ്. But because of his love for Jonathan, എന്നാൽ ദാവീദ് യോനാഥാനോടുള്ള സ്നേഹ നിമിത്തം David brought Mephibosheth to his home and treated him like royalty. മെഫിബോശത്തിനെ അവന്റെ അധംപതിച്ച അവസ്ഥയിൽ നിന്ന് ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജതുല്യമായ ഒരു ജീവിതം നയിക്കാനായിട്ട് അവൻ അനുവാദം നൽകി കൊടുത്തു. Can we find Jesus in this story? ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മൂലമാണ് നാം എന്തെങ്കിലും നന്മ അനുഭവിക്കുന്നെങ്കിൽ, നാം എന്തെങ്കിലും കൃപ അനുഭവിക്കുന്നത്, നാം എന്തെങ്കിലും ഗുണം അനുഭവിക്കുന്നത്. Do you remember what Mephibosheth said to David? ദാവീദിനോട് മെഫിബോശത്ത് കണ്ടപ്പോഴേ എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെ പറയുന്നത് ശ്രദ്ധിച്ചാട്ട് നിങ്ങൾ.
Why would you even think of a dead dog like me? എന്നെ പോലെ ഒരു ചത്ത നായയായിരിക്കുന്ന എന്നെ പോലുള്ള ഒരുവനെ അങ്ങ് ചിന്തിക്കാൻ കടാക്ഷിക്കാൻ ഞാൻ ആരുണ്ട്, എന്നിൽ എന്ത് നന്മയുണ്ട്? Compared to you, I am nothing. നീയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഞാൻ ഏതുമില്ലാത്തവനാണ്. I have nothing to offer you. എനിക്കൊന്നും നിനക്ക് തന്ന് നിന്നെ പ്രീതിപ്പെടുത്താനോ നിന്റെ പ്രസാദം തേടാനോ എനിക്ക് കഴിയത്തില്ല. I have no ability to help you. നിന്നെ ഒരു രീതിയിലും എനിക്ക് നിന്നെ സഹായിക്കാനൊക്കത്തില്ല. And yet David says you will have everything because of Jonathan. എന്നിട്ട് ദാവീദ് പറയുന്നുണ്ട്, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം സകലതും ഞാൻ നിനക്ക് മടക്കി തരുന്നു, നിനക്ക് എൻ്റെ ഭവനത്തില് കൊട്ടാരത്തില് വസിക്കുകയും ചെയ്യാം. Do you remember what the New Testament says about Jesus and us? നമ്മെക്കുറിച്ച് പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മ ഇതാണെന്ന് മറന്നു കളയരുത്. യേശു ക്രിസ്തു നിമിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും സകല നന്മകളും. We have an inheritance from God because of Jesus. നോക്കുക, യേശുവിനുള്ള സകല അനുഗ്രഹങ്ങളും പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും നമുക്ക് യേശു ക്രിസ്തു മൂലം അവൻ ലഭ്യമാക്കി തന്നു. I gave it to Jesus, God would say. യേശു പിതാവ് പറഞ്ഞിങ്ങനെ, ഞാനിത് യേശുവിന് നൽകി കൊടുത്തിരിക്കുക. So everyone can have it as well. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ അനുഗ്രഹങ്ങൾ ആ നന്മകൾ പ്രാപിക്കത്തക്കവണ്ണം യേശു ക്രിസ്തു മൂലം സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിപ്പാനിടയായി തീർന്നു. It's similar to what we saw with Jacob and Joseph and the well. നോക്കുക, അവിടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു കാര്യം ഞാൻ വായിച്ചല്ലോ, യാക്കോബ് ജോസഫിന് കൊടുത്ത ആ കിണറ് പിൽക്കാലത്ത് ശമര്യക്കാർ മുഴുവനും എന്ത് ചെയ്യുന്നു, അനുഭവിക്കുന്ന ആ നന്മ അനുഭവിച്ചതുപോലെ. Things like life and righteousness are given to us through Jesus. ദൈവജീവൻ, ദൈവനീതി, സകല ദൈവാനുഗ്രഹങ്ങളും യേശു ക്രിസ്തു മൂലം നമുക്ക് സൗജന്യമായി ദൈവം നമുക്ക് നൽകി തന്നു. മെഫിബോശത്ത് ഒന്നും ചെയ്തില്ല ഇത് കിട്ടാനായിട്ട്. യോനാഥാൻ നിമിത്തം സകല നന്മകളും മെഫിബോശത്തിന് ലഭിച്ചു. Now as we continue the journey with Jesus, യേശുവായിട്ട് ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന് നിഴലായ പലതിനെയും ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കും. we're going to come to some of the last days of his life. യേശുവിൻ്റെ അവസാന ജീവിതങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും നിഴല് പഴയ നിയമത്തിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. Do you remember on the day that he was crucified? യേശു ക്രൂശിക്കപ്പെടുന്ന ആ ദിവസത്തിലേക്ക് നമുക്കൊന്ന് പോകാം. Jesus was told to carry the cross. അവിടെ യേശുവിനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിക്കുന്നതായി നാം കാണുന്നു. Do you see that in the Old Testament? പഴയ നിയമത്തിൽ നമുക്ക് അതിന് തത്തുല്യമായ ഒരു നിഴല് നമുക്ക് കാണാൻ കഴിയുമോ? Where do you see it in the Old Testament? പഴയ നിയമത്തിൽ എവിടാ അതിന് നിഴലായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? God speaks to a man named Abraham. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നതായി നമുക്ക് കാണാം. And he says, go to the place I'll show you and sacrifice your son to me. ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന മലയിലേക്ക് നീ കടന്നുപോയി നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനെ അവിടെ യാഗമർപ്പിക്കുക എന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. Abraham obeys God. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. And they start their journey together. അവരൊന്നിച്ച് യാത്ര മല കയറുകയാണ്. And the scripture tells us that Isaac was carrying the wood for the sacrifice. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം, യാഗത്തിനുള്ള വിറക് ഇസഹാക്കാണ് ചുമന്നു കൊണ്ടുപോയത്. We just found Jesus in the Old Testament. അത് യേശുവിനെ നിഴലായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ക്രൂശ് ചുമക്കുന്ന, തന്നെ കൊല്ലുവാൻ, തന്നെ തൂക്കിക്കൊല്ലേണ്ട ക്രൂശ് ചുമക്കുന്ന യേശുവിനെ നിഴലായിട്ട് തന്നെ ദഹിപ്പിക്കാനുള്ള വിറകുമായിട്ട് ഇസഹാക്ക് മല കയറുകയാണ്. And the story continues. ആ കഥ വീണ്ടും തുടരുകയാണ്. They get to the place that God showed Abraham. അബ്രഹാമിന് കാണിച്ചു കൊടുത്ത ആ മലയിലേക്ക് ഇസഹാക്കും അബ്രഹാമും എത്തിച്ചേരുന്നു. And Abraham prepares to sacrifice his son to God. തൻ്റെ മകനെ യാഗമർപ്പിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കഴിയുക. But just before he uses the knife to kill his son, അവനെ അറുക്കുന്നതിനെ കത്തി ഓങ്ങുന്ന ആ സമയത്ത് God speaks again, doesn't he? ദൈവം വീണ്ടും സംസാരിക്കുന്നു. Don't do it.
അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. Now I know that you're trusting in me, Abraham. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. But something else happened. അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. Abraham looks around അബ്രഹാം തലപൊക്കി നോക്കിയപ്പോഴാ and he sees something. അവനൊരു കോലാട്ടുകൊറ്റനെ കാണുകയാണ്. What did he see? എന്താണ് കണ്ടത്? Do you remember? ഒരു കോലാട്ടുകൊറ്റനെ കണ്ടു. യെസ്, He saw a ram, ഒരു കോലാട്ടുകൊറ്റൻ. and the ram was caught in a bush by its antlers. നോക്കുക, അതിന്റെ കുടുങ്ങിക്കിടക്കുന്ന, അതിന്റെ വള്ളികളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ കാണുകയാണ്. His head is tangled in the plant. നോക്കുക, ആ വള്ളികളുടെ ഇടയിൽ അതിന്റെ തല എന്ത് ചെയ്തിരിക്കുന്നു? കുടുങ്ങിക്കിടക്കുന്നു. Do you remember somebody else whose head was caught in thorns before he was sacrificed? മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും നിനക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ടോ? യേശു, അവന്റെ തലയിൽ മുൾക്കിരീടം അവർ ചൂടിച്ചു. We found him again in the Old Testament. പഴയ നിമിത്തം നിങ്ങൾക്ക് യേശുവിനെ പല ഭാഗത്തായി നിങ്ങൾക്ക് നിഴലുകളായി കാണാൻ. Isaac is telling us about Jesus. ഇസാക്ക് യേശുവിന് നിഴലായി നിൽക്കുകയാണ്. Just before he was, or he didn't get sacrificed in that case, but his head was caught. The ram that would be the substitute had his head caught in the thicket. നോക്കുക, ആ മുൾപടർപ്പില് അല്ലെങ്കിൽ മുൾവള്ളിക്കിടയില് തലകുരുങ്ങി കിടക്കുന്ന ആ ആട്ടുകൊറ്റൻ യേശുവിന് നിഴലായിരുന്നു. And we're told that Jesus died for us. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നു, ഇസഹാക്കിന് പകരമായിട്ട് ആ ആട്ടുകൊറ്റൻ യാഗമർപ്പിക്കപ്പെടുകയാണ്. Instead of Isaac, the ram was sacrificed. ഇസഹാക്കിന് പകരമായി ഇതാ ആട്ടുകൊറ്റൻ യാഗമർപ്പിക്കപ്പെടും. Instead of us, നമുക്ക് പകരമായി Jesus was sacrificed. യേശു പാപയാഗമായി തീർന്നു. Amen. ആമേൻ. Go back to the beginning of that little story in the Bible. ആ സംഭവത്തിന്റെ കുറച്ചുകൂടെ പിന്നാമ്പുറത്തേക്ക് നമ്മളൊന്ന് പോയാൽ, Abraham and Isaac are walking with some servants. നോക്കുക, അബ്രഹാമും ഇസഹാക്കും ദാസന്മാരുമായിട്ട് മല കയറാൻ പോവുകയാണ്. They're going to the place that God would show Abraham. ദൈവം അവന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ മല നോക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. And later on, Abraham stops. കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാം അവിടെ യാത്ര നിർത്തി. And he says to the servants, ദാസന്മാരോട് ഇങ്ങനെ "You പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും പോയി യാഗമർപ്പിച്ചിട്ട് മടങ്ങി വരാം. stay here, my son and I will go there and worship." നിങ്ങൾ ഇവിടെ ഇരിപ്പിൻ, ഞാനും മകനും പോയി യാഗമർപ്പിച്ചിട്ട് മടങ്ങി വരാം. But then what did he say? എന്നിട്ട് പിന്നെ എന്താ കാണുന്നേ? What did he say to the servants? തന്റെ ദാസന്മാരോട് എന്താണ് അവൻ പറഞ്ഞത്? What did they say? We will come back after the worship. We will go ഞങ്ങൾ യാഗമർപ്പിക്കാൻ പോകുകയാണ്, and we will come back. ഞാൻ നിങ്ങൾ പോയതുപോലെ തന്നെ മടങ്ങി വരും. Wait a minute. ശ്രദ്ധിച്ചാട്ടെ. No, Abraham. അബ്രഹാമിന് അറിയാലോ യാഗമർപ്പിക്കാനാ പോകുന്നത്. This would be Scott speaking. മകനെ കൊല്ലാനാ പോകുന്നതെന്ന് അറിയാം. പിന്നെ എങ്ങനെ അബ്രഹാം പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുമെന്ന്? You will come back. നീ മടങ്ങി വരുമെന്നറിയാം, Isaac will not come back. പക്ഷെ ഇസാക്ക് മടങ്ങി വരാന്നുള്ള യാതൊരു ഉറപ്പുമില്ല. That's not what Abraham said. പക്ഷെ അബ്രഹാം അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ മടങ്ങി വരാമെന്നല്ല പറഞ്ഞേ. We will go, we ഞങ്ങൾ will പോയി come back. യാഗമർപ്പിച്ചിട്ട് ഞങ്ങൾ തന്നെ മടങ്ങി വരും. And the book of Hebrews tells us എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Abraham did not know the whole story. അബ്രഹാമിന് ഇതിന്റെ താൻ ഇത് എന്താണ് ഈ പറയുന്നത്, ഇത് എന്തിനെ കുറിച്ചുള്ളൊരു പ്രവചന ദൂതാണ് താൻ പറയുന്നത് എന്ന് അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. But he knew that God had promised that through Abraham or through Isaac he would have many descendants. തന്റെ പുത്രനാകുന്ന ഇസ്ഹാക്കിലൂടെ അനേക പുത്രന്മാർ ജന്മമെടുക്കും എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. So even if I sacrifice Isaac, അതുകൊണ്ട് ഞാൻ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചാൽ തന്നെ God will find a way to bring him back. ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് അബ്രഹാമിന് വേണ്ടി മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. And my descendants will come through Isaac. നോക്കുക, എന്നോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണങ്ങൾ മുഴുവനും എൻ്റെ ദൈവം എനിക്ക് തന്ന ഇസ്ഹാക്കിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. Jesus died. യേശു മരിച്ചു. Jesus rose again. യേശു ഉയർത്തെഴുന്നേറ്റു. It's right there in the story of Abraham and Isaac.
നമുക്ക് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും സംഭവം വെളിപ്പെടുത്തുന്നത് ഒരു തലമുറ ദൈവം അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. ക്രൂശിൽ വെച്ച് ക്രിസ്തു ഒരു തലമുറയെ യാഗത്തിലൂടെ കാണുകയും ചെയ്യുന്നു. The Bible showing us the same story many different ways. വേദപുസ്തകത്തിലെ ഈ യേശുവിന്റെ ചരിത്രമാണ് പല രീതിയിൽ പല സംഭവങ്ങളിലൂടെ പഴയ നിയമത്ത് പലയിടത്തായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. I'll mention this only for a moment. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേച്ചു വിടാം. You remember when Jesus is crucified. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ You remember that the book of Isaiah had told us യെശയ്യാപ്രവചനത്തിൽ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. that Messiah would come മശിഹ കടന്നു വരും, and he would be crucified. അവൻ ക്രൂശിക്കപ്പെടും. So as we're reading Isaiah, യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ we're reading about Jesus as well. യേശുവിനെ കുറിച്ച് നമുക്ക് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. In fact, let me see if we can find something together. നമുക്ക് യെശയ്യാപ്രവചനത്തിൽ എന്തെങ്കിലും യേശുവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. Isaiah 42. യെശയ്യാപ്രവചനം 42-ാം അധ്യായം. I'll see if I can find it in this Bible. Yes, Isaiah 42 is there. Isaiah 42. Here we go. In Isaiah 42, it seems that God is speaking to Messiah. യെശയ്യാപ്രവചനം 42-ാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന മശിഹായാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുകയാണ്. He says, "This is my servant. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, I strengthen him. ഞാൻ അവനെ ശക്തീകരിക്കും. This is my chosen one. ഇതാ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ വൃതൻ, I delight in him." ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. And then if we go down to verse 6, 6-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, God is still speaking to Messiah. ആ മശിഹായെ കുറിച്ച് വീണ്ടും അവിടെ പറയുകയാണ്, "I, the Lord, have called you for a righteous purpose, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. and I will hold you by your hand. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. I will keep you and make you a covenant for the people, ഞാൻ നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. and a light to the nations." ജാതികൾക്ക് പ്രകാശമാക്കി ഞാൻ നിന്നെ വെക്കും. He says, "I will make you a covenant." ഞാൻ നിന്നെ ഒരു നിയമമാക്കുവാൻ പോകുകയാ. Or another translation says, "I will give you as a covenant." ഞാൻ നിന്നെ ഒരു നിയമമായി നൽകി തന്നിരിക്കുന്നു എന്നാണ് മറ്റ് ഭാഷാന്തരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. Do you remember some talk about covenant in the Old Testament? പഴയ നിയമത്തിലെ ഉടമ്പടികളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ Abraham had covenant with God. അബ്രഹാമും ദൈവവുമായിട്ടൊരു ഉടമ്പടി നമുക്ക് കാണാൻ കഴിയും. Noah had covenant with God. നോഹയും ദൈവവുമായിട്ടൊരു ഉടമ്പടിയെ നമുക്ക് കാണാൻ കഴിയും. David had covenant with Jonathan. ദാവീദ് യോനാഥാനുമായി ഒരു ഉടമ്പടി ചെയ്തത് കാണാൻ കഴിയും. They had these agreements called covenants. ഈ അവർ തമ്മിലുള്ള ഉടമ്പടിയെയാണ് നാം ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. Abraham and God. അബ്രഹാമും ദൈവവുമായി, Noah and God. നോഹയും ദൈവവുമായി, David and Jonathan. ദാവീദും യോനാഥാനുമായി. In all of the covenants there are two. എല്ലാ ഉടമ്പടികളിലും രണ്ടു പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. But in Isaiah, എന്നാൽ യെശയ്യാപ്രവചനത്തിൽ പറയുന്നു, God says to Messiah, ദൈവം മശിഹായോട് പറയുകയാണ്, "I will give you as a covenant." ഞാൻ നിന്നെ ഒരു ഉടമ്പടിയായി വെച്ചിരിക്കുന്നു എന്ന്. Wait a minute. ശ്രദ്ധിച്ചാട്ടെ, A covenant needs two. ഒരു ഉടമ്പടിക്ക് രണ്ട് വ്യക്തികൾ ആവശ്യമുണ്ട്. But Isaiah says one. എന്നാൽ യെശയ്യാവിലൂടെ നാം വായിക്കുന്നു, ഞാൻ നിന്നെ ജനത്തിന് നിയമമായി വെച്ചിരിക്കുന്നു. I will give you as a covenant to the ഞാൻ people. നിന്നെ തന്നെ ജനത്തിന് ഒരു നിയമമായി വെച്ചിരിക്കുകയാണ്. How do we solve this problem? അതെങ്ങനെ ശരിയാവുന്ന? ഒരു ഉടമ്പടി വേണമെങ്കിൽ രണ്ട് വ്യക്തികൾ വേണമല്ലോ. How can you have a covenant with only one? ഒരാളുമായിട്ട് എങ്ങനെ ഒരു ഉടമ്പടി? ഞാൻ എന്നോട് തന്നെ ഉടമ്പടി. Do you remember who Jesus is? യേശു ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? At Christmas time we remember the name Emmanuel. ക്രിസ്മസ് കാലയളവിൽ യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തൻ്റെ പേരുകളൊന്ന് ഇമ്മാനുവേൽ എന്ന് ഏറ്റവും അധികമായിട്ട് പറയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. God with us. ദൈവം നമ്മോട് കൂടെ. And we believe that Jesus is God as one of us. നോക്കുക, യേശു ദൈവമായി ലോകത്തിൽ ജനിച്ചു ജീവിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. So in Jesus, യേശുവിൽ you have the divine or God. നമുക്ക് ദൈവികമായ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. And in Jesus you also have
humanity. യേശുവിൽ നമുക്ക് മാനുഷികമായിരിക്കുന്ന സ്വഭാവങ്ങളും കാണാൻ കഴിയും. സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവും. They are together in one person. നോക്കുക, അത് രണ്ടും ഒരു വ്യക്തിയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. Amen. ആമേൻ. He is the new covenant. അവനാണ് പുതിയ ഉടമ്പടിയായിട്ട് മാറിയിരിക്കുന്നത്. We communicate with God through Jesus. യേശുവായിട്ടത്രേ ആ ഉടമ്പടി നാം സ്ഥാപിതമാക്കിയിരിക്കുന്നത്. We hear from God through Jesus. യേശുവിനിൽ കൂടെയാണ് നാം ദൈവത്തെ കേൾക്കുന്നത്. We pray in the name of Jesus. യേശുവിന്റെ നാമത്തിലാണ് നാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. Oh, that's good news. അതൊരു സന്തോഷ വാർത്ത. Because a covenant requires faithfulness. ഉടമ്പടിയുടെ ഏറ്റവും പ്രാധാന്യത എന്ന് പറയുന്നത് വിശ്വസ്തത എന്നാണ്. You- എവിടെ അവിശ്വസ്തത ഉടമ്പടിയിൽ ഉളവാകുന്നോ ആ ഉടമ്പടി എന്ത് ചെയ്തിരിക്കുന്നു? ബ്രേക്ക് അസാധുവായി മാറുകയാണ്. Remember in the Old Testament, Israel had a covenant with God with Moses. നോക്കുക, പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് മോശയിലൂടെ ദൈവവുമായൊരു ഉടമ്പടി അവർ ചെയ്തിരുന്നു. And they had the commandments of the covenant. ആ ഉടമ്പടിയുടെ നിയമങ്ങളാണ് കൽപ്പനകളായി നമുക്ക് നൽകി തന്നിരിക്കുന്നത്. Was Israel faithful to their covenant with God? ദൈവവുമായി അവർ ചെയ്ത ദൈവം വെച്ചിരുന്ന ആ ഉടമ്പടിയിൽ ഇസ്രായേൽ ജനങ്ങൾ വിശ്വസ്തരായിരുന്നോ? Sometimes, ചിലപ്പോഴൊക്കെ, not always. എല്ലായ്പ്പോഴും ആയിരുന്നില്ല. And they got the results based on their faithfulness or not faithfulness. അവരുടെ അവിശ്വസ്തതയോ അവരുടെ വിശ്വസ്തതയോ നോക്കിയാണ് ദൈവം അവരോട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. In fact, the entire generation that came out of Egypt, except for a few, they all died because of unfaithfulness. നോക്കുക, ഇസ്രായേൽ മിസ്രയീം വിട്ടുവന്ന മരുഭൂമിയിലുള്ള 40 വർഷം നടന്ന ആ ജനത്തെ കുറിച്ച് പറയുന്നത് അവരുടെ അവിശ്വാസ നിമിത്തം അവർക്ക് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവിശ്വാസമുള്ള അവിശ്വസ്തതയുള്ള ഒരു തലമുറയായിട്ടാണ് ഇസ്രായേലിൽ നിന്ന് കടന്നു വന്ന ജനത്തെക്കുറിച്ച് ദൈവം സാക്ഷിക്കുന്നത്. The covenant required faithfulness. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉടമ്പടി ബലവത്തായിരിക്കുന്നത് വിശ്വസ്തതയിൽ മാത്രമാണ്. The covenant we have from God requires faithfulness too. ദൈവവുമായി നാം ചെയ്തിരിക്കുന്ന ആ ഉടമ്പടിയിലും വിശ്വസ്തത അനിവാര്യമാണ്. But there's good news. എന്നാൽ ഒരു സന്തോഷ വാർത്ത പറയാം. God has a representative in the covenant. നോക്കുക, ദൈവം ഈ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ തൻ്റെതായിരിക്കുന്ന ഒരു പ്രതിപുരുഷനെ നിർത്തിയിട്ടുണ്ട്. We have a representative in the covenant. നമുക്കും ദൈവത്തോടുള്ള ഉടമ്പടിയിൽ ഒരു പ്രതിപുരുഷനായ ഒരാളുണ്ട്. It's Jesus. അത് യേശുവാ. God is present. അവിടെ ദൈവത്തിന്റെ സ്ഥാനം, Humanity is present മനുഷ്യത്വവും നമ്മൾ കാണുന്നു in Jesus. യേശുവിൽ. His faithfulness നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് യേശു പിതാവിന്റെ അടുക്കൽ നിൽക്കുന്നത്. keeps the covenant strong. അവിടുന്ന് സകല ഉടമ്പടികളെയും വിശ്വസ്തയോടെ പരിപാലിച്ചു. And because he doesn't fail, അവൻ യേശു ഈ ഉടമ്പടിയിൽ പരാജിതൻ അല്ലാത്തത് കൊണ്ട് the covenant continues unbroken. ആ ഉടമ്പടി ഇന്നും നമുക്ക് സാധുതമായി നിൽക്കുകയാണ്. God is faithful. ദൈവം വിശ്വസ്തനാണ്. Humanity is faithful. മനുഷ്യൻ യേശു ക്രിസ്തു നമ്മുടെ പ്രതിനിധിയായിട്ട് യേശു ആ ഉടമ്പടികളെ പൂർത്തീകരിച്ചതുകൊണ്ട് അതും വിശ്വസ്തയിൽ നിലനിൽക്കുന്നു. And it's all in Jesus. ഇതെല്ലാം നമുക്ക് ലഭിച്ചത് യേശുവിലൂടെ മാത്രം. Amen. ആമേൻ. Amen. ആമേൻ. Let's continue here. You know the story. Jesus was crucified. യേശു ഇതാ ക്രൂശിക്കപ്പെടുകയാണ്. We read about that even from Isaiah. യശയ്യാപ്രവചനത്തിൽ നമ്മളത് വായിച്ചു കഴിഞ്ഞു. Oh, I love this one. This one sometimes makes me cry because I'm happy when I read it. ഇനി പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നെ പലപ്പോഴും കണ്ണുനീരിലാക്കി എന്നിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരെ കൊണ്ടുവരാറുണ്ട്. It gives me such peace ഒത്തിരി സമാധാനം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാണ് when I read this. ഇത് ഞാൻ വായിക്കുമ്പോഴാണ്. But there's actually two things I wanted to share here. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് അതുമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Jesus was crucified യേശു ക്രൂശിക്കപ്പെട്ടു. and he is put in the tomb. കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. You remember? അത് ഓർമ്മയുണ്ടല്ലോ. Let me see if I can find it in the book here. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ആ ഭാഗം നമുക്ക് ഒന്ന് നോക്കാം. Here we go. Jesus is crucified. Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. Chapter 20. 20-ാം അധ്യായം. I'll do this one first and then we'll go backwards a little bit more. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാം. John chapter 20.
യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. Let's update the story for a minute. നോക്കുക എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. Jesus has died. യേശു ഇതാ ക്രൂശിൽ മരിച്ചിരിക്കുന്നു. He's put in the tomb. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. Then they have the Sabbath day. അതിനുശേഷം ശബത്ത് വന്നിരിക്കുകയാണ്. And in the morning after the Sabbath day, ശബത്ത് കഴിഞ്ഞ ഉടനെ രണ്ടുപേർ ആളുകൾ യേശുവിന്റെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. Some women go to the tomb. രണ്ട് അവിടെ സഹോദരിമാർ കല്ലറയിലേക്ക് പോകുന്നു. And what do they find? അവിടെ എന്താണ് അവർ കണ്ടത്? Nothing. ഒന്നും കാണാനില്ല. അവിടെ യേശുവിനെ കാണുന്നില്ല. Oh no, where did he go? അവൻ എവിടെ പോയി? And they run and tell the disciples. യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞു, യേശു അവിടെ ഇല്ല. John and Peter come too. ഇത് കേട്ട ഉടനെ യോഹന്നാനും പത്രോസും ഓടി വരുന്നു കല്ലറയിലേക്ക്. They find nothing. യേശുവിനെ കാണുന്നില്ല. But we saw Jesus die and we saw them put him in the tomb. പക്ഷേ യേശു മരിച്ചതായിട്ട് നമ്മൾ കണ്ടു. അവനെ കല്ലറയിൽ വെച്ചതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ. And we saw the men put the stone in front of the tomb. കല്ലറ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചതും ഞങ്ങൾ കണ്ടതാ. That was on Friday. അത് വെള്ളിയാഴ്ച സംഭവിച്ചതാ. We come back on Sunday morning. എന്നാൽ ഞായറാഴ്ച ഞങ്ങൾ വരുമ്പോൾ No stone in front of the tomb. കല്ലവിടെ കാണാനില്ല. No body in the tomb. അവന്റെ ശരീരം കാണാനില്ല. Oh, I like this one. Mary is sad. മറിയയ്ക്ക് വളരെ ദുഃഖമായി. She is crying. അവൾ കരയുക. Look at verse 11 of chapter 20. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. Mary stood outside facing the tomb, crying. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. As she was crying, she stooped to look into the tomb. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞൊന്ന് നോക്കി. She saw two angels in white sitting there, one at the head and one at the feet, where Jesus' body had been lying. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. I like this one. What did she see? എന്താ അവള് കണ്ടേ? Two angels. രണ്ട് ദൂതന്മാർ. One at the head. ഒന്ന് തലയ്ക്കൽ. One at the feet. ഒന്ന് കാൽക്കൽ. Where they put the body of Jesus. അതിന്റെ അവർ രണ്ടിന്റെ ഇടയിലാണ് യേശുവിന്റെ ശരീരം വെച്ചിരുന്നത്. We're journeying through the Old Testament with Jesus. നമ്മൾ യേശുവിനോടുകൂടെ പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. Do you remember where in the Old Testament there were angels at the head and the feet? പഴയ നിയമത്തിലെ എവിടെയാണ് ദൂതന്മാര് തലയ്ക്കലും കാൽക്കലും ആയിരുന്നത് എന്ന് നമുക്ക് അറിയാമോ? Do you remember? Say again. At Dream of Jacob, you mean? Okay, the ladder of Jacob. Yeah, that's true. Yeah, you had something else? Sorry? The tabernacle. കൃപാസനത്തില് ദൂതന്മാര് രണ്ടറ്റത്ത് നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. Moses gave instructions to the people of Israel. ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ build the tabernacle. ഒരു കൃപാസനം നിങ്ങൾ ഉണ്ടാക്കണം. Put the table here. ആ കൃപാസനത്തിന്റെ ഭാഗത്തായിട്ടും put the candles here. അവിടെ നിലവിളക്ക് എവിടെ വെക്കേണ്ടത്? മേശ എവിടെ വെക്കണം? കാഴ്ചയപ്പത്തിന്റെ മേശ എവിടെ വെക്കണം? Put the bread on the table. അതിനകത്ത് കാഴ്ചയപ്പം വെക്കണം. And in that first part of the tent, ആ കൂടാരത്തിന്റെ ഒന്നാം ഭാഗത്ത് the priest could go every day. പുരോഹിതന്മാർക്ക് എന്നും കടന്നു ശുശ്രൂഷിക്കാം. And then there was an altar for burning incense. അടുത്തത് സുഗന്ധധൂപവർഗ്ഗമുള്ള അടുത്ത ഭാഗമാണ്. They could do that every day. അതും എല്ലാ ദിവസവും അവർക്ക് ചെയ്യാം. But what couldn't they do every day? എല്ലാ ദിവസവും അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒന്നുണ്ട്. Do you remember? അതെന്താണെന്ന് അറിയാമോ? Somebody tell me. What could they not do every day? എല്ലാ ദിവസവും അവർ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. You have the table and the light stand and the altar of incense. And then you have another curtain. നോക്കുക, ഇതെല്ലാം കഴിഞ്ഞ് പ്രാകാരം കഴിഞ്ഞു, വിശുദ്ധ സ്ഥലം കഴിഞ്ഞു, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഒരു തിരശ്ശീലയിട്ട് അതിനെ മൂടിയിട്ടുണ്ട്. And only one time every year, വർഷത്തിൽ ഒറ്റ പ്രാവശ്യമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. the high priest would go past that curtain with blood. മഹാപുരോഹിതൻ രക്തവുമായിട്ട് അവിടേക്ക് കടന്നു ചെല്ലണം. And he would offer the blood as an offering, as a sacrifice before God. പാപപരിഹാരത്തിന്റെ രക്തവുമായി അവിടെ കടന്നു ദൈവം മുൻപാകെ അത് അർപ്പിക്കണം. Do you remember what was behind the curtain? ആ തിരശ്ശീലയ്ക്ക് പുറകിൽ എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് എന്തായിരിക്കുന്നത് അറിയാമോ? The Ark of the Covenant.
നിയമപ്പെട്ടകത്തെ കാണാം, was behind the curtain. കൃപാസനത്തെ കാണാം. And the Old Testament tells us ആ പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് that there was the Ark of the Covenant, ഇതാ നിയമപ്പെട്ടകം, a wood box, അതൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയാണ്. and there was another piece on top of the Ark of the Covenant. അതിന്റെ മുകളിൽ ഒരു മൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. And at each end of those pieces, ആ മൂടിയുടെ രണ്ട് അറ്റത്തായി, I'm getting happy because I know what's coming. At each end of that piece on top of the ark, ആ കൃപാസനത്തിന്റെ മൂടിയുടെ രണ്ട് അറ്റത്തായിട്ട് there was an angel, a രണ്ട് cherubim. കെരൂബുകളെ, ദൂതന്മാരെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. And the priest would offer the blood ഇതാ between the പുരോഹിതന്മാർ cherubim. കടന്നു രക്തം അതിന്മേൽ തളിക്കുകയാണ്. Yes? Once a year, ഒരു വർഷത്തിലൊരിക്കൽ he would offer the blood. പാപയാഗത്തിനായി അർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ രക്തവുമായി അവിടെ കടന്നു അർപ്പിക്കുന്നു. And other parts of the Old Testament say this. പഴയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, They would sometimes call God the Lord who dwells between the cherubim. നോക്കുക, പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനായ ദൈവമേ. That's where the priest would go to be with അവിടെയാണ് God. പുരോഹിതന്മാർ കടന്നു ചെല്ലുന്നത്. Did we find Jesus in the Old Testament again? നോക്കുക, അവിടെ നമുക്ക് യേശുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാനായിട്ട് Now കഴിയും. there's something else here. വേറൊരു കാര്യം കൂടെ, There was the tabernacle in the wilderness, മരുഭൂമിയിലും ഈ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു, but സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. many years later, അനേക വർഷങ്ങൾക്ക് ശേഷം Solomon built a temple in Jerusalem. യെരുശലേമിൽ ശലോമോൻ ഈ ദേവാലയം പണിയുന്നു. And the temple had a bigger version of the tabernacle. നോക്കുക, സമാഗമന കൂടാരത്തിന്റെ എത്രയോ വലിപ്പത്തിലായിരുന്നു ശലോമോൻ ദേവാലയം പണിതത്. But there was still a table and the bread and the lights and the incense and the big curtain. നോക്കുക, സമാഗമന കൂടാരത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ശലോമോൻ പണിത ദേവാലയത്തിലും ഉണ്ടായിരുന്നു. And there was still only one time a year where the priest could go in with blood. ഒരു ശാശ്വതമായ ആലയം പണിതിട്ടും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. And we read about Solomon's temple. ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. And we're told that the cherubim at each end were standing. നോക്കുക, സമാഗമന കൂടാരത്തില് കൃപാസനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ദൂതന്മാരെ നമുക്ക് അവിടെയും ദർശിക്കാൻ കഴിയും. It's as though they are standing to serve in God's presence. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനായവർ ഒരുക്കമുള്ളവരായിരിക്കുന്നു എന്നുള്ള ആ മനോഭാവത്തിലാണ് ആ ദൂതന്മാരെ പണിതിരിക്കുന്നത്. The people would say, God dwells between those cherubim. എന്നിട്ട് പറയുന്നു, കെരൂബുകളുടെ മധ്യേ വസിക്കുന്നവനായ ദൈവം. And the priest comes in and offers the blood on the mercy seat between the cherubim. അവിടെയാണ് കൃപാസനത്തിന്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കെരൂബുകളുടെ മധ്യയുള്ള ആ ഭാഗത്താണ് പുരോഹിതൻ രക്തം എന്ത് ചെയ്യുന്നത്, തളിക്കുന്നത്. But Mary looks into the tomb. ശ്രദ്ധിക്കുക, ഇനി കല്ലറയിലേക്ക് വരാം. കല്ലറയില് മറിയ ഈ കല്ലറയിലേക്ക് നോക്കുമ്പോഴാ Where the body of Jesus had been laid. യേശുവിന്റെ ശരീരം കിടന്ന ആ സ്ഥലത്തിന്റെ രണ്ട് ഭാഗത്തായി, At one end and the other end. ഒരു ഭാഗത്തും അതിന് തലയ്ക്കലും കാൽക്കലുമായിട്ട് രണ്ട് ദൂതന്മാരെ അവൾ കാണുകയാണ്. She sees an angel. അവൾ ദൈവത്തിന്റെ ദൂതന്മാരെ കാണുകയാണ്. And what are they doing? അവരെന്താണ് ആ ദൂതന്മാർ ചെയ്യുന്നത്? They are sitting. അവരവിടെ ഇരിക്കുക. They are sitting. Why are they sitting? അവിടെ ശ്രദ്ധിച്ചേ, രണ്ട് ദൂതന്മാർ തലക്കിലും കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. കൃപാസനത്തില് ദൂതന്മാർ ഇരിക്കുകയല്ല, നിൽക്കുന്നതായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊത്തിവെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടിനി, എന്താ ഇവിടെ ഇപ്പോൾ ഇവരെന്താ ഇരിക്കുന്നതിന്റെ കാരണം എന്നാ? Their service is finished. അവരുടെ ശുശ്രൂഷ തീർന്നു. Because the great high priest മഹാപുരോഹിതനാകുന്ന യേശു has presented his blood for us before God. അവന്റെ രക്തം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിച്ചിട്ട്. Do you remember that the veil in the temple was torn in two? ശ്രദ്ധിക്കുക, യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീലയും രണ്ടായി കീറപ്പെട്ടിരിക്കുന്നു. Because the great high priest had offered a final sacrifice. ആത്യന്തികമായ അവസാനത്തെ യാഗം അർപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇനി ആർക്കും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ കഴിയേണ്ടതിന് ആ തിരശ്ശീല കീറിയിട്ട് നമുക്കൊരു പുതിയ വഴി എന്നേക്കുമായി അവൻ തുറന്നു തന്നു.
I like to imagine those angels. ആ ദൂതന്മാരെ ഒന്ന് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ മനോമുഖരത്തിൽ And കാണാറുണ്ട്. it's like they've been expecting something. നോക്കുക, അവര് എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. And they see Nicodemus and Joseph bring the body of Jesus into the tomb. ശ്രദ്ധിക്കുക, നിക്കോദിമോസും യോസഫും കൂടെയാണ് യേശുവിൻ്റെ ശരീരത്തെ പൊതിഞ്ഞ് 100 റാത്തിലുള്ളതൊക്കെ പൊതിഞ്ഞ് കെട്ടി എന്ത് ചെയ്യുന്നത്, കല്ലറയിലേക്ക് കൊണ്ടുവരുന്നത്. This is not in the Bible. I'm just pretending. I'm only ഇത് pretending. ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകട്ടോ ഇനി പറയുന്നത്. But the angels see the body of Jesus come in. നോക്കുക, ആ ദൂത, അതായത് ഇവര് ഈ മൃതശരീരത്തെ ഏതാ റൂമാൽ ചുറ്റിയ ആ മൃതശരീരത്തെ കല്ലറയിലേക്ക് കൊണ്ടുവരുന്നത് ദൂതന്മാർ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. They've been standing for hundreds of years. എത്രയോ വർഷങ്ങളായിട്ട് അവർ നിൽക്കുക ദൂതന്മാര്. And one angel says to the other angel, ഉടനെ ഒരു ദൂതൻ മറ്റേ ദൂതനോട് പറഞ്ഞു കാണും, ഓ നമ്മുടെ ദൗത്യം തീർന്നു, I think we can sit down ഇനി soon. നമുക്ക് ഇരിക്കാം. കാര്യം എന്താ, I think we can നമ്മുടെ sit ശുശ്രൂഷ down. അവസാനിച്ചിരി, ഇനി നമുക്ക് ഇരിക്കാം. Did we just find Jesus again in the Old Testament? നോക്കുക, യേശു ക്രിസ്തുവിന്റെ നിഴലിലാണ് വീണ്ടും നമ്മളിവിടെ കാണുന്നത്. എവിടെ കാണുന്നത്? കൃപാസനത്തിൽ കാണുന്നത്. He is the offering that was presented before God between the cherubim. ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് വേണ്ടി യാഗവസ്തുവായി മാറി തൻ്റെ സ്വന്തം രക്തത്താൽ നീതീകരണവും വിശുദ്ധീകരണവും പുത്രത്വവും നമുക്ക് നൽകി തന്നിട്ട് അവനെ വെച്ചിരിക്കുന്ന ആ അവൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധം അവിടെ കാണുന്നത്. ദൂതന്മാരെ അവിടെ ഇരിക്കുക, കാരണം അവൻ്റെ ശുശ്രൂഷ തീർന്നു. His offering was accepted for all people. എന്നേക്കുമായി താൻ ചെയ്ത യാഗം പിതാവ് അംഗീകരിച്ചിരിക്കുന്നു. The veil was torn in two. ഇതാ മന്ദിരത്തിലെ തിരശ്ശീല 2 കീറി. ഇനി ആർക്കും ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്ക ചെന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിക്കാം. God said, as though God would say, I don't want to stay in there anymore. അഥവാ ദൈവം പറയുന്നത് എന്നാണെന്നറിയാമോ, ഞാൻ എൻ്റെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. Instead, I've given you my son. എൻ്റെ പുത്രനെ ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. He has completed the service. അവൻ രക്ഷന്റെ വേലയെ പൂർത്തീകരിച്ചിരിക്കുന്നു. The angels can be seated. ഇനി ദൂതന്മാരെ നിങ്ങൾക്ക് വിശ്രമിക്കാം, നിങ്ങൾക്ക് ഇനി ഇരിക്കാം. And I'm sending you my spirit. നിങ്ങളിന്മേല് എൻ്റെ ആത്മാവിനെ ഞാൻ പകർന്നു തരിക. I will not dwell behind a curtain any longer. ഇനി ഞാൻ തിരശ്ശീലയ്ക്ക് അകത്ത് വസിക്കുന്നവനല്ല, എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കുന്നവനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. And in you. നമ്മളിൽ ഓരോരുത്തരിലാണ് അവൻ വസിക്കുന്നത്. I will dwell in my people. എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കേണ്ടതിന് അവൻ തിരശ്ശീലയെ കീറി പുറത്തിറങ്ങി വന്നിരിക്കുക. I have a covenant with my people. എൻ്റെ ജനവുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. His name is Jesus. അത് യേശു ക്രിസ്തുവിലൂടെ. I have completed the sacrifice on behalf of my യാഗങ്ങളെ people. എന്നേക്കുമായി എൻ്റെ പുത്രന്റെ യാഗത്തിലൂടെ ഞാൻ പൂർണ്ണമായും അംഗീകരിച്ച് തീർത്തിരിക്കുന്നു. His name is Jesus. അവന്റെ പേരാണ് യേശു. I have an unbreakable covenant with my people. ഇനി ഉടയ്ക്കാനാവാത്ത, തകർക്കാനാവാത്ത, നശിപ്പിക്കാനാവാത്ത ഒരു ഉടമ്പടി യേശു ക്രിസ്തുവുമായിട്ട്, യേശു ക്രിസ്തുവിലൂടെ ഞാൻ ദൈവമായിട്ട് ചെയ്തിരിക്കുകയാണ്. His name is Jesus. അവന്റെ പേര് അത്ര യേശു. Amen. ആമേൻ. Amen. ആമേൻ.